എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂക്കയുടെ ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ ഒരു വില്ലൻ വേഷം കാണാൻ വേണ്ടി ഇനി നമുക്ക് 4 ദിവസം കൂടി കാത്തിരിക്കണം. കളങ്കാവൽ റിലീസ് അടുക്കുംതോറും ചിത്രത്തിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 23,000-ൽ പരം ടിക്കറ്റുകളാണ്. അതോടൊപ്പം അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 80 ലക്ഷത്തിനടുത്തും ആഗോള പ്രീസെയിൽ കളക്ഷൻ 1 കോടിയും കടന്നെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് എങ്ങനെയാണ് പോകുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചിത്രത്തിന്റെ എറണാകുളത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പത്മയിൽ ചിത്രം ആദ്യ ദിവസം 5 ഷോകളാണ് കളിക്കുന്നത്. ഇതുവരെ 3 ഷോ ഓറഞ്ച് അലേർട്ട് ആയിട്ടുണ്ട്. ഇനി PVR ഫോറം മാളിലേക്ക് നോക്കുമ്പോൾ ചിത്രം ആദ്യ ദിവസം 5 ഷോകൾ കളിക്കുന്നുണ്ട്. അതിൽ 3 ഷോ ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. വനിത ഇടപ്പള്ളിയിലേക്ക് പോകുമ്പോൾ 4 ഷോയാണ് കളങ്കാവൽ ആദ്യ ദിവസം കളിക്കുന്നത്. ആ 4 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. PVR ഒബ്രോമാളിലേക്ക് നോക്കുമ്പോൾ 5 ഷോയാണ് കളങ്കാവൽ ആദ്യ ദിവസം കളിക്കുന്നത്. അതിൽ 2 ഷോ ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. ഷേണൈസിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസം 11 ഷോകളാണ് കളിക്കുന്നത്. അതിൽ 5 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. സെൻട്രൽ ടാക്കീസ് തൃപ്പൂണിത്തുറയിലേക്ക് നോക്കുമ്പോൾ 5 ഷോയാണ് ചിത്രം ആദ്യ ദിവസം കളിക്കുന്നത്. അതിൽ 3 ഷോ ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. ലുലു മാളിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസം 5 ഷോയാണ് ചിത്രം കളിക്കുന്നത്. അതിൽ 2 ഷോ ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. കൊച്ചിയിലേക്ക് നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ആകെ ഈ സമയം വരെ 26 ഓറഞ്ച് അലേർട്ട് കളങ്കാവലിന്റെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഇതിനോടകം തന്നെ കളങ്കാവൽ സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഏത് തിയേറ്ററിലാണ് പോകുന്നത് കൂടി താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.